നോമ്പ് തുറ 3, 4, 5, 6 വെള്ളം ഉണ്ട് ഗൈസ്. നോമ്പ് ഗൈസ് എനിക്ക് നോർമൽ ഫുഡിനേക്കാൾ ഇങ്ങനത്തെ. സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെരീസ് ജോബി. സോ ഇന്ന് മുതൽ നമ്മൾ കുറച്ച് ആക്റ്റീവ് ആവാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വ്ളോഗ് എടുക്കുന്നുള്ളത്. ഇന്ന് ആക്ച്വലി എനിക്കൊരു നോമ്പ് തുറ ഉണ്ട് ട്രൈപ്പാൻഡേയിൽ. അപ്പം നോമ്പ് തുറക്ക് പോവാണ്. അപ്പം ഇതാണ് ഞാൻ ഇട്ടിട്ടുള്ള ഔട്ട്ഫിറ്റ്. അപ്പം ഞാൻ കാണിച്ചു തരാം ഗൈസ്. സോ എല്ലാവരും ചോദിക്കലുണ്ട് ഈ വീടായതാണ്. ഇതിൻ്റെ വീടല്ല ഗൈസ്, ഇതിൻ്റെ അപ്പാപ്പൻ്റെ വീടാണ്. ആൻഡ് പ്ലസ് സൈസ് ലേഡീസിന് കുറേ ഐറ്റംസ് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് വീഡിയോ വരുന്നതാണ്. പിന്നെ ഇതാണ് എൻ്റെ ട്രൈപ്പോഡും കാര്യങ്ങളൊക്കെ. അപ്പം വീഡിയോ ചെയ്യാത്ത എന്താ വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര പനിയായിരുന്നു ഗൈസ്, വയ്യായിരുന്നു. അപ്പം ഇപ്പം ഞാൻ ഓക്കെ ആയി വരുന്നുള്ളൂ. അപ്പം നമ്മളതിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇൻഷാല്ല പെട്ടെന്ന് വരും. കാരണം ഇതാണല്ലോ നമ്മൾ കുറേ ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യണമല്ലോ പ്ലസ് സൈസിന്. അപ്പം ഇതാണ് ഗൈസ്, ഇതാണ് നമ്മളെ ഔട്ട്ഫിറ്റ്. ഇത് ആക്ച്വലി ഒരു ബ്ലാക്ക് ഡ്രസ്സാണ്. അതിൽ പൊൽഗ ഡൗട്ട്സ് ലൈക്ക് ഹാഫ് സ്ലീവേ ഉള്ളൂ ഇത്. പക്ഷേ ഞാൻ മറ്റേ കൈ കവർ ചെയ്യുന്ന സംഭവം ഇട്ടിട്ടുണ്ട്. സോ നമ്മളിപ്പം നോമ്പ് തുറക്ക് പോവാണ്. അവിടെ റൂമിൽ വന്നിട്ട് അബിച്ചിൻ്റെ റൂമിൽ പോയിട്ട് ഞാൻ അബിച്ചിനെ പിക്ക് ചെയ്യും. എന്നുവെച്ചാൽ നമ്മൾ നോമ്പ് തുറക്ക് പോവും. പിന്നെ അവിടെ കുറച്ച് പേരൊക്കെ ഉണ്ടാവും. അതിൻ്റെ വിശേഷങ്ങളായിരിക്കും തന്നെ ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഓഫ് കോഴ്സ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, കമൻറ്റും ചെയ്യാം. ഓക്കെ, ഞാൻ ആബിച്ചിനെ പിക്ക് ചെയ്തു. ഞങ്ങൾ രണ്ടാളും പോയിക്കൊണ്ടിരിക്കാം. അവിടെയാണ് എവിടെയാണ് കുറച്ച് നീക്കി കൊടുക്കാം. ഇവിടെയാണ് നമുക്ക് നോമ്പ് തുറ ഉള്ളത്. സോ ബേബ്സ് മാൻഡിലാണ് പാർക്കിംഗ് ഉള്ളത്. എന്താ പറയാനുള്ള എനിക്ക് ഇങ്ങനെ നോമ്പ് തുറക്ക് പോവാ, നല്ല ക്ഷീണമുണ്ട്, നോമ്പ് വെക്കുന്നുണ്ട്. അത് ആവശ്യന്റെ മുഖത്ത് കാണുന്നുണ്ട്. ഇന്നലത്തെ വീഡിയോ കണ്ട് കുറെ പേര് ആവശ്യം കുറച്ച് പക്വത കൂടി മെച്യൂരിറ്റി ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ എങ്ങനെ എന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ടാവിച്ച? നമ്മള് ലാസ്റ്റ് ഫ്ലോറിലല്ലേ? അയ്യോ, ഞാൻ ഗ്രൂപ്പിലിട്ട് പൊരിച്ചിട്ടുണ്ട്. ഞാൻ ഇരുന്ന് പൊരിക്കോനോ. നോമ്പ് തുറ, നോമ്പ് തുറയിൽ എന്തൊക്കെയുണ്ട്? നോമ്പ് തുറയില് ബ്രോ കുട്ടനുണ്ട്. അതില്ല, ബ്രോ കുട്ടൻ നോമ്പ് നോക്കിയപോലെ അഭിനയിക്കുന്ന അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എല്ലാ നോമ്പും കിട്ടിയായിരുന്നല്ലോ. ഈ മിഥിലേജ്ക്കൊക്കെ ഇന്ന് 100 നോമ്പ് കിട്ടിയിട്ടുണ്ടാവും. അത്രയും ആൾക്കാർ കുറ്റം പറഞ്ഞു. അപ്പൊ പറഞ്ഞു വരുന്നത് ഗായ്സ്, 1, 2, 3, 4, 5, 6 വെള്ളം ഉണ്ട് ഗായ്സ്. വെള്ളം കുടിക്കാനുണ്ട്. പിന്നെ ഒരു സമൂസയോ അല്ല, സമൂസ അല്ലേ ഞാൻ പറയണ എന്നെ പറ്റിച്ചേ. ഇന്ത്യയിൽ ഇതൊക്കെ ഇല്ലേ? ഇതൊന്നുമില്ല. നോക്ക്, വീഡിയോ ആണോ ചെയ്യുന്ന? എൻ്റെ ഇതിൽ ഒരു പപ്സ് ഉണ്ട്. ഇത് എന്തെങ്കിലും പറയാ, ചട്ടിപ്പത്തിരി, ഉന്നക്കായ, ലോലിപോപ്പ തോന്നുന്നുണ്ട്, കട്ട്ലറ്റ്, കൂന്തള്, കല്ലുമ്മക്കായ, എന്താ സാധനം എന്തായിക്കോട്ടെ, ഫ്രൂട്ട്സ് ഇതുണ്ട് ഗൈസ്. നമ്മളെപ്പോഴും ഇത് ഞാൻ കഴിക്കൂല കേട്ടോ, ഞാൻ എപ്പോഴും അത് ഞാൻ കഴിക്കട്ടോ. ഓക്കെ, ഇത് വത്തക്കയുണ്ട്, പൈനാപ്പിൾ, പപ്പായ ഉണ്ട്, ഡേറ്റ്സും പിന്നെ 6 തരം വെള്ളം. 6 തരം. ഇത് എന്തൊക്കെയായിരിക്കും? ഒന്ന് പച്ചവെള്ളം, നാരങ്ങ വെള്ളം, ഒന്ന് തെരക്കഞ്ഞി. എന്തേലും ആട്ട് എല്ലാം പറഞ്ഞിരാന്ന് പറയാം. 5 സ്റ്റാർ ലെവലിലാണ് ഗൈസ് നോമ്പ് തുറക്കുന്നത്. 5 സ്റ്റാർ തുറ. ബാങ്ക് കൊടുത്തു. നോമ്പ് തുറ. ഇത് ലൈം കുടിക്കരുതെന്നല്ലേ പറഞ്ഞേ? ലൈമാ? കസ്കസുള്ള. ആഷിക നേരത്തെ ഉണ്ട്. നോമ്പില്ലാത്തത് കണ്ടോ, ഒരു ക്ഷീണമില്ല.
നമ്മൾ നോമ്പ് തുറന്ന് നിസ്കരിച്ചെല്ലാം വന്ന് ഇതൊക്കെയാണ് ഫുഡ് ഗൈസ്. എന്തെല്ലോ ഉണ്ട്. ചിക്കൻ 65 അതിന് പേരില്ല ഒന്നുണ്ട്. ബട്ടർ ചിക്കൻ. ഇതൊന്നുമല്ല എൻ്റെ ഫേവറേറ്റ് സ്പോട്ടുകൾ. ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ട്. കപ്പ ബീഫ് നോക്ക് ആപിച്ച ഉപ്പിലിട്ടത്. ഇതെന്താ? അത് പൈനാപ്പിൾ ആയിരിക്കും. അത് ചൗ ചൗ. ഇവിടെ എന്തൊക്കെയോ സാലഡിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഓ ഇവിടെയുണ്ട് ഫുഡ്. വെള്ളയപ്പം, പൊറോട്ട, പത്തിരി, നാടൻ പ്രോൺസ്, കാട ഫ്രൈ, കാന്താരി ഫിഷ്, വെജിറ്റബിൾസ്, എന്തെല്ലാം ഉണ്ട്. ഇതൊക്കെ വേറെ സ്ഥലം ഉണ്ടാവും തിന്നാനേ. ആവശ്യത്തിന് വേറെ സ്ഥലം. വയറ് കാണിക്കാം ആവശ്യ. കാണുന്നില്ല. ഇതെന്താ? അത് മാത്രം മതി ആവശ്യക്ക്. ഞങ്ങൾക്ക് കാർഡൊക്കെ തരുന്ന വീഡിയോയിലായിരിക്കും അല്ലേ? അല്ല, ഒറിജിനലി. ബാക്കി പപ്പടം ആവശ്യക്കുള്ളതാണ്. പപ്പടം ഞാൻ അല്ല കേട്ടോ, പപ്പടത്തിന്റെ ആളെല്ലാം നോച്ചുവാ. ഇത് കപ്പ ഓട്ടട ഇതൊക്കെ പഞ്ചസാര ഒഴിവാക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇത് രണ്ടും ഇഷ്ടാ. ഓട്ടട ഫേവറേറ്റ്. ഫുഡ് ഇന്റർവ്യൂ ആണ്. ഫുഡ് വെച്ചിട്ട് കാണാലോ. ഫുഡിന്റെ ഫുള്ള് ഫുഡ് കഴിക്കുകയാണെന്ന് പറയാം. നോമ്പ് നോൽക്കാണ്ട് നോമ്പ് തുറക്ക് വരാൻ ഉൾപ്പുണ്ട് എനിക്ക്. അയ്യോ സോറി. എത്ര നോമ്പ് വെച്ചേ? എക്സ്പീരിയൻസ് ബാത്റൂമിലേക്ക് പോയിട്ട് വന്ന എന്നോട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ബ്രോ കുട്ടൻ ബ്രോ ഫുള്ള് മൂടിലല്ലേ? ഒരു മുളകും കൂടി വേണമായിരുന്നില്ല. കുറച്ച് ഇല കൊടുക്ക്. ഇല കൊടുക്ക്. അത് തിന്നല്ലേ? നീ തിന്നൂല? ഞാൻ തിന്നൂല. ഇങ്ങനത്തേക്ക് ഇഷ്ടമുള്ളൂ. ഇന്നലെ മറ്റേത് കാന്താരി തിന്നിട്ട് അത് കൂടാണ്ട് അപ്പുറത്ത് പോയി തിന്നണേ. അപ്പുറത്തുനിന്ന് മറ്റേ ഗുജറാത്തി സ്ട്രീറ്റിലുണ്ടല്ലോ 420 അങ്ങനത്തല്ലോ, അത് 5 തിന്നിട്ടാ പോയി. ഞാൻ ചേച്ചി ഇന്ന് മിക്കവാറും എണീക്കൂലെന്ന്. വൈറൽ കപ്പിൾസ് ആയി. ബാക്കി പറയട്ടെ, വൈറലും ആയി. അത് ശരി. 5 മാസം ഇവിടെ ആണെങ്കിൽ അവിടെ 9 മാസത്തിന്റെ ലുക്ക് ഉണ്ട്. ചൗ അല്ലേ? എനിക്കിങ്ങനത്തെ സാധനങ്ങളാ ഇഷ്ടം. എന്ത് ചെറ്റ സ്വഭാവാ. ഇനി തിന്നു എനിക്കാണ്ട. ഗൈസ്, എനിക്ക് നോർമൽ ഫുഡിനേക്കാൾ ഇങ്ങനത്തെ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ നോർമൽ ഫുഡ് കുറച്ച് കഴിച്ചിട്ടുള്ളൂ. ഇനി ഇത് കഴിക്കണം. കുറേ ഡെസേർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും തിന്ന് മതി മറിഞ്ഞിരിക്കുക. അങ്ങനെ ഡെസേർട്ടില് കണ്ടിട്ട് നുജു അന്തം വിട്ടിക്ക. ബട്ട് നുജുക്ക് ഒന്നും തിന്നാൻ പറ്റൂല. ഡയറ്റിലാനുണ്ട്. ആപിച്ചാക്കും എന്തെല്ലാം സാധനങ്ങളാ. ഇതെന്താ? ബ്രൗണി അപ്പുറത്തുണ്ട്. ഇത് പാത്ര ചെറിയതാ. നോമ്പ് തുറന്ന ക്ഷീണമായി. മാത്രം നോമ്പ് തുറന്ന ക്ഷീണമൊന്നുമില്ല, കുറച്ച് ഫുഡാണ് കഴിച്ചിരിക്കുന്നത്. പിന്നെ ഇവരെ പാട്ട് ആസ്വദിക്കുന്നു. കുറച്ച് സമയം പാട്ടൊക്കെ കഴിയാനായി. നോമ്പ് തുറ കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഫസ്റ്റ് നേരെ പറഞ്ഞതാ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, 2 കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ബ്ലോഗ് ഇടണേലും പറയാം. എന്തെങ്കിലും കോണ്ടന്റ് സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയട്ടോ. നമുക്ക് പ്രത്യേകിച്ച് കോണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് തട്ടിയും മുട്ടി നമ്മൾ പോകുന്നുള്ളത് അല്ലേ. ഓക്കെ, ബൈ.